ഗംഗോത്രിയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഗംഗാ നദിയുടെ ഉത്ഭവ കേന്ദ്രമെന്ന് വിശ്വസിക്കുന്ന ആ പ്രദേശത്തേക്ക്, ആ ക്ഷേത്രത്തിലേക്ക് ഉള്ള യാത്രയിലാണ് ഞങ്ങൾ. കിലോമീറ്ററുകൾ യാത്ര ചെയ്താണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ നിറയെ ആപ്പിൾ മരങ്ങളാണ്. മാത്രമല്ല ഈ കേൾക്കുന്ന ശബ്ദം അവിടെ റോഡ് പണികൾക്കിടെ, അതായത് ഈ യാത്ര റോഡിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ തടസ്സങ്ങൾ സംഭവിക്കാറുണ്ട്. അത് നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേക യന്ത്രങ്ങൾ വരാറുണ്ട്. അതിൻ്റെ ശബ്ദമാണ് നമ്മൾ ഈ കേൾക്കുന്നത്. അതാണിത്, ആ യന്ത്രമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്, നമ്മൾ JCB പോലത്തെ യന്ത്രം. റോഡിൽ നിറയെ, നമ്മൾ പോകുന്ന വഴിയിൽ റോഡ് വക്കിൽ നിറയെ ആപ്പിൾ മരങ്ങളാണ്. ഈ കാണുന്നതെല്ലാം ആപ്പിൾ മരങ്ങളാണ്. ഇതിലെല്ലാം ആപ്പിളുകളുമുണ്ട്. നമുക്കത് കാണാൻ കഴിയും. ഇതെല്ലാം ആപ്പിൾ മരങ്ങളാണ്. ആപ്പിൾ മരങ്ങളിൽ നിരക്കേടില്ലാത്ത തരത്തിൽ ആപ്പിളുകളുമുണ്ട്. ആപ്പിൾ മരങ്ങൾ അങ്ങനെ അനുകൂലിക്കുന്ന ഒരു മനുഷ്യൻ ആപ്പ് പറിക്കാൻ പോയി പോലീസുകാരനെ തടഞ്ഞു പറയല്ലേ, നീ പോരെ പറയട്ടെ മൂത്രം ഒഴിക്കാൻ പോയത്. ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ പോയത് നിങ്ങൾ 100 രൂപ പറഞ്ഞേക്കുന്നത്, എല്ലാവരും പറഞ്ഞേക്കുന്ന. എന്തോന്ന്? ഹർഷിൽ എന്ന സ്ഥലമാണിത്. ഹരശില മലയാളത്തിൽ, ഇന്ത്യയിൽ ഹർഷിൽ. ഹലോ, ആ കാണുന്നത് ആപ്പിൾ മരങ്ങളാണ്. ആപ്പിൾ മരങ്ങൾ, അതിൽ ആപ്പിളുണ്ട്. ദൂരെ നിന്ന് കാണാൻ ഒരുപക്ഷെ കാണില്ല. അതിനകത്ത് മിക്കവാറും മരങ്ങളിൽ നിറയെ ആപ്പിളുണ്ട്. ഗംഗോത്രിയിലേക്ക് പോകുന്ന വഴിയിലെ സുഖി ടോപ്പിൽ നിന്നുള്ള കാഴ്ചകളാണിത്. ഹിമാലയത്തിൻ്റെ കാഴ്ചകൾ സുഖി ടോപ്പിൽ നിന്നുള്ളതാണ്. അവിടെ നിന്ന് അതിൻ്റെ ആ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സുഖി ടോപ്പിൽ നിന്നുകൊണ്ട്. ഇവിടെ നിന്നും ഗംഗോത്രിയിലേക്ക് 40-ലധികം കിലോമീറ്ററോളം ഉണ്ട്. 40 കിലോമീറ്റർ ഉണ്ടെന്നാണ് നമ്മൾ കിട്ടുന്ന വിവരം. എന്നാലും ഇതിൻ്റെ താഴെ ഇതാ ഒരു ഹരശില, അത് ഹർഷിൽ എന്ന് പറയുന്ന താഴ്വാരം അതിമനോഹരമാണ്. പല സിനിമകൾക്കും ലൊക്കേഷനായിട്ടുള്ള ഒരു താഴ്വാരമാണ് ഹരശില, അതായത് ഹർഷിൽ എന്ന് പറയും. അതിൻ്റെ കാഴ്ചയും മനോഹരമായ കാഴ്ചയാണ്. ഹരശില, ഹർഷിൽ. പിന്നീട് പറയാവുന്ന പ്രത്യേകത, നമ്മൾ വരുമ്പോൾ റോഡിന് 2 വശം ആപ്പിൾ മരങ്ങളാണ്. ഈ കാണുന്ന എല്ലാം ആപ്പിൾ മരങ്ങളാണ്. അതിനകത്ത് ആപ്പിളുണ്ട്, ആപ്പിൾ മരങ്ങളാണ്. അതും ഈ സുഖി ടോപ്പിലെ ഒരു പ്രധാന കാഴ്ച. എത്തുന്ന വരെയും നമ്മൾ വരുന്ന വഴി ഏകദേശം 5-6 കിലോമീറ്റർ ഇതുവരെ ഞങ്ങൾ കടന്നത് ഈ ആപ്പിൾ മരങ്ങൾക്കിടയിലൂടെയാണ്. നേരത്തെ സുഖി ടോപ്പിൽ നിന്നും നമ്മൾ കുറച്ച് താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ ഹർഷിൽ എന്ന് പറയുന്ന ആ പ്രദേശം കുറച്ചും കൂടി അടുത്ത് കാണാം. പക്ഷേ ഇനി 10-32 കിലോമീറ്റർ നമുക്ക് ഇനിയും യാത്ര ചെയ്യാനുണ്ട്. അപ്പം ഇനി ഈ മല ഇറങ്ങി അടുത്ത മലയിലേക്ക് കയറുന്ന ആ ഒരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് നമ്മൾ ടോപ്പിൽ നിന്ന് വളരെ താഴെയായിട്ട് ഇറങ്ങി മുകളിലേക്ക് പോകുന്നതിന് പകരം താഴേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ നമ്മൾ അടുത്തൊരു മലയിലേക്ക് കയറുമെന്നാണ്. എന്തായാലും ഹർഷില എന്ന് പറയുന്ന പ്രദേശം കുറച്ചും കൂടി സമീപത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണുള്ളത്. ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കണം കേട്ടോ, പട്ടാള ക്യാമ്പാണ്, പട്ടാളത്തിന്റെ ബേസ് ക്യാമ്പാണ്. ഹെലികോപ്റ്ററുകളൊക്കെ വേണ്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി, എടുത്തു തരാം. നമ്മൾ വന്ന് ഏകദേശം സമതലത്തെത്തി കഴിഞ്ഞു. ഹർഷില സമതലമല്ലേ? ഹർഷില എന്ന സമതലത്തിലാണ് എത്തിയിരിക്കുന്നത്.
എല്ലാം നദിയുടെ ഭാഗമാണ്. പൈൻ മരങ്ങൾ നിൽക്കുന്നതും ഈ കോർട്ടും എല്ലാം നദിയുടെ ഭാഗമാണ്. ധർലി, ഗംഗോത്രി, ധാരാളി എന്ന പ്രദേശമാണ്. താഴ്വാരത്തൂടി പോകുന്ന ജഡഗംഗൈ എന്ന് പറയുന്ന ഇവിടെ ഞങ്ങൾ ഉച്ച ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. നമ്മുടെ വാഹനത്തിൽ തന്നെ രാവിലെ നമ്മുടെ താമസ സ്ഥലത്ത് വെച്ച് തയ്യാറാക്കിയ ഭക്ഷണം വാഹനത്തിൽ തന്നെ കരുതിയിരുന്നു. ചൂർമ പാർട്ടി, ഗുജറാത്ത് ഫുഡ്. ഇപ്പൊ നമ്മുടെ ഡ്രൈവർമാര് ഇതാണ് കഴിക്കുന്നത്, ചൂർമ പാർട്ടി ഫുഡ്. ഞങ്ങൾ ഗംഗോത്രിയിൽ എത്തിയിരിക്കുകയാണ്. ഗംഗയുടെ ഉത്ഭവ സ്ഥാനത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ഗംഗയുടെ ഉത്ഭവ സ്ഥാനത്ത് നിന്നും ഗംഗാതീർത്ഥം, ഗംഗാജലം സ്വീകരിക്കാനുള്ള ബക്കറ്റുകൾ അല്ലെങ്കിൽ കന്നാസുകൾ ഇവിടെ ധാരാളം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവരും തന്നെ പിന്നെ കന്നാസ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ കന്നാസ് കൊടുക്കുന്ന കടകൾ ധാരാളമുണ്ട്. ഈ ഗംഗോത്രിയിലെ ഗംഗയുടെ ഉത്ഭവ കേന്ദ്രത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഈ കട നമ്മൾ കാണുമ്പോൾ കന്നാസുകൾ, വിവിധ തരത്തിലുള്ള കന്നാസുകൾ ധാരാളം ഇങ്ങനെ വസിക്കുന്നത് കാണാം. തിരിച്ചു വരുന്നവരെല്ലാം എല്ലാവരുടെയും കയ്യിൽ ഓരോ കന്നാസുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഓരോ കന്നാസുണ്ട്. അവർ കന്നാസിൽ ഗംഗാജലം ശേഖരിച്ചാണ് കൊണ്ടുവരുന്നത്. എല്ലാവരുടെയും കയ്യിൽ അത് നമുക്ക് കാണാം. ഗംഗോത്രി ക്ഷേത്രത്തിലേക്കുള്ള ക്യൂവിലാണ് നമ്മളിപ്പോൾ. ഇവിടെ ചെറിയ രീതിയിൽ മഴ പൊടിയുന്നുണ്ട്. ആ പൊടിച്ചിൽ മഴ നനഞ്ഞുകൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്നത്. അതായി കാണുന്ന വന്നവരെല്ലാം ഫോട്ടോ എടുക്കുകയാണ്. എല്ലാവരും ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുന്നവരാണ്. അവർ ഫോട്ടോ എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഗംഗോത്രി ക്ഷേത്രത്തിലേക്ക് കടക്കാനുള്ള ക്യൂവിലാണിപ്പോൾ.
യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.